ജസ്ന തിരോധാന കേസിൽ വീണ്ടും വഴിത്തിരിവ്. ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിൽ. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിനെ പങ്കുണ്ടെന്നും വിവരങ്ങൾ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തിരുവനന്തപുരം CJM കോടതി നൽകിയ ഹർജിയിൽ പരാമർശിക്കുന്നു. CBI ആവശ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകാമെന്നും പിതാവ് കോടതിയെ അറിയിച്ചു. ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള CBI റിപ്പോർട്ടിനെതിരെ നൽകിയ ഹർജിയിലാണ് പിതാവ് ജെയിംസിന്റെ പരാമർശങ്ങൾ. മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുന്നില്ല. ജസ്നയുടെ തിരോധാനത്തിനു പിന്നിൽ ഒരു അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട്. അത് സഹപാഠിയല്ല. ജസ്ന വീട്ടിലറിയാതെ സമീപത്തെ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ രഹസ്യമായി പോയിരുന്നു. അവിടെ കണ്ടുമുട്ടിയയാളാണ് തിരോധാനത്തിനു പിന്നിലെന്നും പിതാവ് CJM കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പ്രാർത്ഥനാ കേന്ദ്രത്തെക്കുറിച്ചും ഈ സുഹൃത്തിനെക്കുറിച്ചും തനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് പരസ്യപ്പെടുത്താൻ കഴിയില്ല. ചിലപ്പോൾ ഇയാൾ രക്ഷപ്പെടുന്നതിനത് കാരണമാകുമെന്നും CBIക്ക് രഹസ്യമായി വിവരങ്ങൾ കൈമാറാമെന്നുമാണ് ജെയിംസ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. ഹർജിയിൽ 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ CBIയോട് കോടതി നിർദ്ദേശിച്ചു. ജനം, തിരുവനന്തപുരം.